ഋതുമോളെ വെറുതെ വിട്ടെന്നേ. ദേ ഇവൻ വന്ന് പറഞ്ഞപ്പോഴേ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ഫോൺ ഓൺ ചെയ്ത് ന്യൂസ് വെച്ച് നോക്കി. എന്തായാലും എന്റെ കുഞ്ഞിനെ ഒരാപത്തും ഇല്ലെന്ന് അറിഞ്ഞപ്പോ ഒരു രണ്ടാം ജന്മം കിട്ടിയ പോലെ. മോനെ പ്രതാപ, എന്തെല്ലാം ചതികളാ നിന്റെ ശത്രുക്കൾ ഋതുമോളോട് ചെയ്തത്. ഒരു കൊലക്കേസിൽ പെടുത്തിയില്ലേ? ഒരു മാലാഖയെ പോലെ ആ ദേവസേന വക്കീല് വന്നില്ലായിരുന്നെങ്കിലേ മോളിപ്പോ സെൻട്രൽ ജയിലിൽ കിടന്നേന്. എന്നാലും ഇത്രയും വലിയൊരു ചതിക്കുഴിയിലെ അവര് നമ്മുടെ കുഞ്ഞിനെ പെടുത്തിക്കളഞ്ഞല്ലോ. നിനക്കേ ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ അവരിതുപോലെ പെടുത്തും. ചിലപ്പോ അവരുടെ അടുത്ത ടാർഗറ്റ് ഞാനായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ചേച്ചി ഉപദ്രവിക്കാനോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അതിനൊന്നും അനുവദിക്കില്ല. തീർത്തു കളയും ഞാൻ എല്ലാത്തിനെയും. ഡ്രാമ ജൂനിയർ സീസൺ 2 ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. അമ്മ, ചേച്ചി ഇതുവരെ വന്നില്ലേ? വന്നില്ലേ മോളെ, ഇപ്പൊ വരും. ചേച്ചി രാജുവേട്ടന് വന്നല്ലോ. നൂറ് ആയിസ. ശരിമേ മോളെ, എന്റെ മോള് കഴിഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്ക്. ഒരു ദുസ്വപ്നം കണ്ടതായിട്ട് മോളങ്ങ് കരുതിയാ മതി. എന്തായാലും ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു വിധി കൊടുക്കല്ലേ. പാവം ഋതിക ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തെല്ലാം ദുരിതങ്ങള് ഇതിനകം അനുഭവിച്ചു കാണും.